ഹായ് ഫ്രണ്ട്സ്, ഞാൻ സോണി. എല്ലാവർക്കും 7 ഡേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു പച്ചമുളക് തൈ നടുമ്പോൾ നമ്മൾ തുടക്കം മുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ളതാണ് കേട്ടോ. നമ്മുടെ അടുക്കളയിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഐറ്റം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം പറയുക പച്ചമുളക് എന്നായിരിക്കും. കാരണം പച്ചമുളകില്ലാതെ നമുക്ക് ഒരു ദിവസം പോലും കഴിഞ്ഞു പോകാറില്ല. കാരണം ദിവസത്തിൽ ഒരിക്കലെങ്കിലും പച്ചമുളക് ഉപയോഗിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകാറില്ല. ഏറ്റവും കൂടുതൽ വിഷമടിച്ചു വരുന്ന ഒരു പച്ചക്കറിയും കൂടിയാണ് പച്ചമുളക്. ഈ പച്ചമുളകിൻ്റെ ഒരു തൈയെങ്കിലും നമ്മുടെ വീട്ടിൽ നമുക്ക് നട്ടുപിടിപ്പിക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. ഇപ്പോഴാണെങ്കിൽ നമുക്ക് പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സമയമാണ്. പച്ചമുളക് തൈ നട്ടാൽ മാത്രം പോരാ, അതിൽ നിന്ന് നല്ല വിളവൊക്കെ ലഭിക്കണമെങ്കിൽ നമ്മൾ തൈ നടുമ്പോൾ മുതൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുകയുള്ളൂ. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഏതൊരു തൈ നട്ടാലും അത് പച്ചക്കറിയുടേതായാലും പൂച്ചെടികളുടേതായാലും അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് വളർന്നു വരണമെങ്കിൽ ഏറ്റവും അത്യാവശ്യം വേണ്ടതാണ് നൈട്രജൻ. പച്ചക്കറി തൈകളൊക്കെ നല്ല രീതിയിൽ വളർന്നു വരണമെങ്കിൽ നൈട്രജനും പൊട്ടാസ്യവും ഫോസ്ഫറസും അത്യാവശ്യമാണ്. ചെറിയ തൈകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ നല്ല തോതിൽ നമുക്ക് എങ്ങനെയാണ് ചെടികൾക്ക് ലഭ്യമാക്കുക എന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. നമ്മൾ എന്തു നടുമ്പോഴും മണ്ണിൻ്റെ pH ലെവൽ കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ തൈകൾ നട്ടു കൊടുക്കാൻ പാടുള്ളൂ. പച്ചമുളക്, തക്കാളി, വഴുതന, വെണ്ടയൊക്കെ നടുമ്പോൾ പ്രത്യേകിച്ചും നമ്മൾ മണ്ണിൽ കുമ്മായം ട്രീറ്റ് ചെയ്തിട്ട് വേണം നടാനായിട്ട്. മണ്ണിൽ നമ്മൾ കുമ്മായം ചേർത്തതിന് ശേഷം 2 ആഴ്ചയെങ്കിലും കഴിഞ്ഞതിന് ശേഷം വേണം അതിലേക്ക് വളങ്ങളൊക്കെ ചേർത്ത് നമ്മൾ തൈകൾ നടേണ്ടത്. ഇനി 2 ആഴ്ച നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കുറഞ്ഞത് ഒരു 10 ദിവസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ തൈകൾ നടാൻ പാടുള്ളൂ. അങ്ങനെ കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണാണ് കേട്ടോ ഇത്. ഇതിലേക്കാണ് ഇനി നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുക്കേണ്ടത്. അടിവളമായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചാണകപ്പൊടിയും അതിൻ്റെ കൂടെ കുറച്ച് ആട്ടിൻ കാഷ്ടവുമാണ് കേട്ടോ. നന്നായി ഉണങ്ങിയിട്ടുള്ളതാണ്. അതുപോലെ മണ്ണിൽ ഈർപ്പം നിലനിർത്താനും നല്ല വേരോട്ടം ഉണ്ടാവാനൊക്കെ വേണ്ടി നമ്മൾ ഇതിലേക്ക് കുറച്ച് ചകിരിച്ചോറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പിടി എല്ലുപൊടി മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ ഇതിലേക്ക് ഞാൻ കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കൊടുക്കുന്നത് മണ്ണിലെ നീമാവിരകൾ പോലുള്ളവയുടെ നിയന്ത്രണത്തിന് വേണ്ടിയാണ് കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ പച്ചമുളകിൻ്റെ പോട്ട് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ ശീമക്കൊന്നയുടെ ഇലയാണ് കേട്ടോ. ഇതിൽ ധാരാളം നൈട്രജൻ അടങ്ങിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇതൊരു കീടനാശിനിയായിട്ടും നമുക്ക് ഉപയോഗിക്കാം. ഈ ഇല വെറുതെ നമ്മുടെ തക്കാളിയുടെയും അതുപോലെ ഇഞ്ചിയുടെയും വഴുതനയുടെയൊക്കെ ചുവട്ടിൽ ഇട്ട് കൊടുത്താൽ തന്നെ കീടങ്ങൾ ഒരു പരിധി വരെ അടുക്കാതിരിക്കും. കാരണം ഇത് ചീഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊരു പൊട്ട സ്മെല്ലാണ്. കീടങ്ങളെ അകറ്റി നിർത്താൻ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഈ പോട്ട് മിക്സിലേക്ക് നമുക്ക് ഇത് ചെറുതായിട്ട് ഇങ്ങനെ ഊരിയെടുത്തതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ പച്ചമുളകിൻ്റെ പോട്ട് മിക്സിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഞാൻ ഇങ്ങനെ ഉരിഞ്ഞെടുത്തതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. ശീമക്കൊന്നയില ഞാനിപ്പോൾ ഇതുപോലെ ഉരിഞ്ഞെടുത്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ തണ്ടുകളൊക്കെ നമ്മൾ ഇതിൽ നിന്ന് മാറ്റി കളഞ്ഞിട്ടുണ്ട്. കാരണം പോട്ടി മിക്സിൽ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മളിതിൻ്റെ ചുവട്ടിൽ പുതയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ തണ്ടടക്കം തന്നെ ചെറുതാക്കി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനിയാണ് നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് അടിവളമായിട്ടൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ പച്ചക്കറി തൈകളൊക്കെ നല്ല കരുത്തോടെ തന്നെ
വളർന്നു വരുന്നതാണ്. ഇനി നമുക്ക് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വളങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഈ ശീമക്കൊന്നയില മാത്രം മിക്സ് ചെയ്ത് നമ്മുടെ പച്ചക്കറി തൈകളൊക്കെ നമുക്ക് നട്ടു കൊടുക്കാവുന്നതാണ്. തൈകൾക്കൊക്കെ നല്ല കരുത്തുണ്ടായി വളർന്നാൽ മാത്രമേ അതിന് രോഗപ്രതിരോധ ശേഷിയൊക്കെ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ നല്ല വിളവും ലഭിക്കുകയുള്ളൂ. കരിയില ചേർത്ത് കൊടുക്കുന്നത് വഴി ചെടികൾക്ക് നല്ല വേരോട്ടം ഉണ്ടാവാനും നല്ലതാണ്. നമ്മൾ നടാനെടുക്കുന്ന ഗ്രോ ബാഗിൻ്റെ ഏറ്റവും അടിയിലായി നമ്മൾ കരിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലേക്കാണ് നമ്മുടെ ഈ പോട്ടി മിക്സ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു പോട്ടിംഗ് മിക്സിലൊക്കെ നടുന്ന തൈകൾ നല്ല കരുത്തായി തന്നെ വളർന്നു വരുന്നതാണ് കേട്ടോ. ഒരു 3/4 ഭാഗത്തോളം പോട്ടി മിക്സ് നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തൈ നട്ടു കൊടുക്കാം. നമ്മൾ ഇപ്പം നടാനെടുത്തിരിക്കുന്നത് ഉജ്ജ്വല മുളകിൻ്റെ തൈയാണ് കേട്ടോ. ഇതാണ് നമ്മൾ ഇതിലേക്ക് നട്ടു കൊടുക്കുന്നത്. നല്ലൊരു തൈ നോക്കി നമുക്ക് ഇതിലേക്ക് നട്ടു കൊടുക്കാം. ഒരു ഗ്രോ ബാഗിൽ ഏറ്റവും നല്ലത് ഒരു തൈ വെച്ച് കൊടുക്കുന്നതാണ്. വലിയ ഗ്രോ ബാഗിലൊക്കെ ആണെങ്കിൽ 2 തൈ നമുക്ക് നടാം. നമ്മളിങ്ങനെ തൈ നട്ടതിന് ശേഷം നമ്മുടെ തൈയുടെ ചുവടൊന്ന് നമുക്ക് ഉറപ്പിച്ചു കൊടുക്കണം കേട്ടോ. മറിഞ്ഞു വീഴാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ തൈ നട്ടതിന് ശേഷം നമ്മൾ നനച്ചു കൊടുക്കേണ്ടത് സ്യൂഡോമോണസ് വെള്ളം ഉപയോഗിച്ചിട്ടാണ്. 20 ഗ്രാം സ്യൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അതാണ് നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. നല്ല തോർച്ചയുള്ള സമയത്ത്, നല്ല മഴയൊക്കെ തോർന്നിട്ടുള്ള സമയത്ത് നമുക്ക് സ്യൂഡോമോണസ് കലക്കി അതിൻ്റെ തെളി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ പച്ചമുളകിൻ്റെ കീടശല്യമൊക്കെ നന്നായിട്ട് കുറയ്ക്കണമെങ്കിൽ 10 ദിവസത്തിലൊരിക്കൽ സ്യൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നമ്മൾ അത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പച്ചമുളക് തൈക്കും അതുപോലെ തന്നെ തക്കാളി, വഴുതന, വെണ്ട ഇവയ്ക്കൊക്കെ രോഗങ്ങൾ വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ പോട്ടി മിക്സിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ശീമക്കൊന്നയില കിട്ടാനൊന്നും അധികം പ്രയാസമില്ല കേട്ടോ. ഇത് നമ്മുടെ വഴിയരികിലോ അല്ലെങ്കിൽ പറമ്പിലെ വേലിക്കരികിലൊക്കെ ഇത് നിൽക്കുന്നുണ്ടാവും. എല്ലാവരും പച്ചമുളക് തൈ നടുമ്പോൾ ഇതുപോലെ ഒന്ന് നട്ടു നോക്കുക. ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഇതുവരെ എത്താൻ സാധിച്ചത്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം.